ഇന്ന് ഈ സന്ധ്യയായ സമയത്ത് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടി ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവം നമുക്ക് ഒരുമിച്ച് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളുടെ മണിക്കൂറുകളിൽ വലിയ ദൈവം നമ്മളെ അത്ഭുതകരമായി കരുതി പരിപാലിച്ചു. ആയതിനാൽ ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിൽ പ്രാർത്ഥനാപൂർവം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ ക്ലാസിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ സുവിശേഷൻ ബാലസംഘം പത്തനംതിട്ട സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്ലാസിന്റെ ഈവനിങ് ബൈബിൾ ക്ലാസിന്റെ 19ാമത്തെ എപ്പിസോഡിന്റെ 2ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്നു. പ്രത്യേക ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്തദാസൻ പ്രിയ കർത്താവിൽ സഹോദരനായിരിക്കുന്ന പ്രിയ സഹോദരൻ പ്രൈസ്, അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി നമ്മെ കർത്താവിൽ സന്തോഷിപ്പിച്ച പ്രിയ സഹോദരൻ ജെഫിൻ, എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലം സഭകളോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സുവിശേഷന്മാർ, മൂപ്പന്മാർ, സഹോദരന്മാർ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. നാം പ്രാരംഭത്തിൽ ഓർത്ത പോലെ തന്നെ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കാനായിട്ട് ആരംഭിച്ച വിഷയം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചത് ക്രിസ്തുവിന്റെ മനസ്സ് എന്നുള്ള ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് നമുക്ക് ആരംഭിക്കാനായിട്ട് ആഗ്രഹിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 16ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനപ്പെട്ടാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ഈ ക്ലാസ് ചിന്തിച്ച് ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറയുന്നത് ഓരോ ദൈവമക്കൾക്കും ജീവിതത്തിൽ അനിവാര്യമായിട്ട് വേണ്ടിയതാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായിരിക്കണം നാം ഓരോരുത്തരും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കുള്ള ഈ മനസ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വികാരങ്ങളുടെയും വേദനകളുടെയും വിശ്വാസങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ കേന്ദ്രമാണ് മനസ്സ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്ന നമ്മുടെ നോട്ടത്തിലൂടെ, കാഴ്ചകളിലൂടെ, കേൾവികളിലൂടെ, സ്പർശനങ്ങളിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക, ഭൗതിക, വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഏത് വിധം പ്രകടമാകണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞ വിഷയം എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അത് ക്രിസ്തുവിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സിൽ ഫിൽട്ടർ ചെയ്തിട്ട് ശുദ്ധീകരണം നടത്തി അതൊരു ദൈവ പൈതലിന് അനുയോജ്യമായ വിധത്തിൽ നമ്മുടെ ആത്മീകവും ഭൗതികവും വ്യക്തിപരമായ ജീവിതങ്ങളിൽ പ്രതിഫലിക്കണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നാം കാഴ്ചവെക്കുമ്പോൾ, ഈ വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ നിലയിൽ ക്രമീകരിക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തമായ നിലയിലുള്ള പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ വിധത്തിൽ ക്രിസ്തുവിന്റെ മനസ്സിന് ഉടമയായ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ നമുക്ക് ആ നിലയിൽ അതിനോടനുബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നാം വരുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായ നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സാണ് ഉള്ളത് എങ്കിൽ അവിടെ തർക്കങ്ങളും വാദങ്ങളും വിഭാഗീയതകളും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ വായിച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാം ഓരോരുത്തരും ആരാണ്? നാം ഓരോരുത്തരും ദൈവമക്കളാണ്. അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായി എന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മനസ്സിന്റെ അഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിന്റെ മനസ്സിൽ കേന്ദ്രീകൃതമല്ല എങ്കിൽ, അതിനെ അടിസ്ഥാനപ്പെട്ടിട്ടല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുണ്ടാകും? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കണ്ടൻഷൻസ് ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും, വാദങ്ങൾ ഉണ്ടാകും, വഴക്കുകൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും, ഒപ്പം തന്നെ വിഭാഗീയതകളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ വഴക്കുകളും പിണക്കങ്ങളും വിഭാഗീയതകളും ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും
ക്രിസ്തുവിന്റെ മനസ്സിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ആ പിണക്കങ്ങളും വഴക്കുകളും വിഭാഗീയതയും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമെങ്കിലും നാം ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായി മുന്നോട്ട് പോകുമ്പോൾ, ആ ധാരണയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം ക്രമീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതൊക്കെ മറന്ന് ഒന്നിച്ച് യോജിച്ച് ഐക്യമത്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിന് ഉദാഹരണമായി പൗലോസിന്റെ ബർണബാസിന്റെയും ജീവിത സാഹചര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞത്. അവിടെ ശക്തമായ വാദം, ഉഗ്രവാദം, വഴക്ക്, പിണക്കം ഇവർ തമ്മിൽ ഉണ്ടായെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോകാതെ രമ്യമായി പരിഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കൊരിന്ത്യർ ലേഖനം നമ്മൾ അതിന്റെ ഭാഗങ്ങൾ 1-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. അവിടെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയായിരുന്നു കൊരിന്ത് സഭ. എങ്കിലും എന്താ സംഭവിച്ചത്? ക്രിസ്തുവിന്റെ മനസ്സിന്റെ അഭാവം അവരുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതിനാൽ 1-ാം അധ്യായം മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്ന സർവമാന പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ നമ്മുടെ ആത്മീയ ജീവിതം നാം കാഴ്ചവെക്കുമ്പോൾ, നമ്മുടെ സഭാജീവിതം നാം മുന്നോട്ട് നയിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മനസ്സിന്റെ അഭാവം നമ്മളിൽ വഴക്കും പിണക്കവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ജഡീക സ്വഭാവത്തിന് ഉടമകളാക്കി നമ്മെ മാറ്റും എന്നതിനാലും അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മാധുര്യം നശിപ്പിക്കും എന്നുള്ള വിഷയമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അവിടെ നിന്നും നാം മനസ്സിലാക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമയാണ് എങ്കിൽ, നാം നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, നമ്മുടെ സഭാ ജീവിതങ്ങൾ നാം മുന്നോട്ട് നയിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സിൽ ക്രമീകരിച്ചുള്ള ജീവിതമാണ് ഞാൻ ഈ ഭൂമിയിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ, അതായത് എന്റെ ആത്മീയ ജീവിതം ക്രിസ്തുവിന്റെ മനസ്സിൽ ഏകീകൃതമാണെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സിൽ ആശ്രയിച്ചാണെങ്കിൽ, അതിൻ പ്രകാരം ഞാൻ ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ ആത്മീയ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെ ആത്മീയ ജീവിതം, ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അതായത് പൗലോസ് തന്റെ 2-ാം മിഷണറി യാത്രയിൽ കൊരിന്ത് എന്ന പട്ടണത്തിലെത്തി അവിടെ സുവിശേഷം അറിയിക്കാനായിട്ട് എത്തിയപ്പോൾ, ആ സുവിശേഷം അറിയിച്ചതിന്റെ ഫലമായി അവിടെ കൊരിന്തിൽ ഒരു സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവരുടെ ഇടയിൽ ഏകദേശം 1 വർഷവും 6 മാസവും അപ്പോസ്തലനായ പൗലോസ് താമസിച്ചപ്പോൾ, പൗലോസ് എന്ന വ്യക്തി, നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, പൗലോസ് എന്ന വ്യക്തി ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമയായതിനാൽ തന്റെ ജീവിതത്തിൽ താൻ കാത്തു സൂക്ഷിച്ച, പ്രത്യേകിച്ച് തന്റെ ആത്മീക ജീവിതത്തിൽ, തന്റെ സഭാ ജീവിതത്തിൽ, തന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ താൻ കാത്തു സൂക്ഷിച്ച ക്രിസ്തുവിന്റെ മനസ്സ് തന്റെ ജീവിതത്തെ ഈ രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ ഫോർമുലയെ ഞാൻ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ദി എംപ്റ്റീഡ് ലൈഫ് അപ്രോച്ച് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വളരെ ഒഴിഞ്ഞവനായി, വളരെ സാധാരണക്കാരനായി, വളരെ നിസാരനായി, വളരെ താഴ്മയുള്ളവനായി, വളരെ വിനയമുള്ളവനായി പൗലോസിന് ആ പ്രദേശത്ത് കൊരിന്ത് എന്ന പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോഴും അവിടെ ഒരു സ്ഥലം സഭ സ്ഥാപിച്ച് അവരെ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് പൗലോസ് ശ്രമിച്ചപ്പോഴും എല്ലാ സമയത്തും വളരെ വിനയമുള്ളവനായി, ഒന്നും അറിയാത്തവനായി, ഏറ്റവും വിനയമുള്ള ഒരു വ്യക്തിത്വമായി, ഒരു വിശ്വാസിയായി തന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. അതിൻ്റെതായ വിജയം തന്റെ ശുശ്രൂഷ ജീവിതത്തിലും തന്റെ ആത്മീയ ജീവിതത്തിലും തനിക്ക് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ പൗലോസ് എന്താ പറയുന്നേ? സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ താൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്?
ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ, അത് ഭയങ്കര ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കണം. എന്താണ്? ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിക്കുകയാണ്. 1-ാം വാക്യത്തിൽ എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ എത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. എന്ന് വെച്ചാൽ പൗലോസിന് ഇതൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരനായിരുന്നു എന്നല്ല അതിന്റെ ആശയം. പിന്നെന്താണ്? എല്ലാം അറിയാവുന്ന ഒരു ശ്രേഷ്ഠനായ അപ്പോസ്തലനാണ്. വചനത്തിന്റെ വൈഭവമുണ്ട്, ജ്ഞാനത്തിന്റെ ആധിക്യമുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യമുണ്ട് എന്ന് തന്നെ പൗലോസ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാം, അതിനു മുമ്പേ തന്നെ ഗമാലിയേലിന്റെ ഒക്കെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ശ്രേഷ്ഠനായ മനുഷ്യനാണ്, പരീശനാണ്, അല്ലെ? ദൈവവചനം നന്നായി അറിയാവുന്ന നല്ല ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമാണ്. വളരെ ജ്ഞാനമുള്ള, അനേകം ഭാഷകൾ സംസാരിക്കുന്ന, അനേകം അറിവ് സമ്പാദിച്ച, ഒരുപാട് വെളിപ്പാടുകൾ ലഭിച്ച ഒരു ശ്രേഷ്ഠനായ ദൈവദാസനാണ്, ഒരു ശ്രേഷ്ഠനായ ദൈവഭൃത്യനാണ്, ഒരു ശ്രേഷ്ഠനായ ക്രിസ്ത്യാനിയാണ്, ഒരു ശ്രേഷ്ഠനായ അപ്പോസ്തലനാണ്. ആര്? പൗലോസ്. എന്നാൽ താൻ തന്റെ ശുശ്രൂഷ മേഖലയിൽ കൊരിന്തിലെത്തിയപ്പോൾ മാത്രമല്ല, തന്റെ ശുശ്രൂഷയിൽ ഉടനീളം നാം കാണുന്ന, നാം മാതൃകയാക്കേണ്ടുന്ന, നാം പഠിക്കേണ്ടുന്ന ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമയായ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായ ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ ഈ അറിവും ജ്ഞാനവും വൈഭവവും തന്റെ കഴിവും എബിലിറ്റീസും എല്ലാം അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് വളരെ സാധാരണക്കാരനായി, താഴ്മയുള്ളവനായി, വിനയമുള്ളവനായി ജീവിക്കുവാൻ പൗലോസ് ശ്രമിച്ചു. പൗലോസിന് ശ്രമിച്ചെന്നല്ല, പൗലോസിന് കഴിഞ്ഞു. അതാണ് ഈ എംപ്റ്റീഡ് ലൈഫ് അപ്രോച്ച്. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ 5 വർഷത്തെയോ 10 വർഷത്തെയോ 15 വർഷത്തെയോ 20, 30, 40 വർഷത്തെയോ ഒക്കെ ക്രൈസ്തവ പാരമ്പര്യമുള്ളവരാണ്. ഈ പാരമ്പര്യം കൊണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ നാം സമ്പാദിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷൻ സീസണുകളാണല്ലോ, ഒരുപാട് പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്, ഒരുപാട് ബൈബിൾ സ്റ്റഡികൾ നാം കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി തന്നെ 19 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ സ്ഥിരമായി പങ്കെടുത്തവർ എത്രത്തോളം ദൈവിക ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു, എത്രത്തോളം അറിവ് സമ്പാദിച്ചു കഴിഞ്ഞു, എത്രത്തോളം അറിവ് നേടി, എത്രത്തോളം ബൈബിളിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു, എത്രത്തോളം കർത്താവിനെ കൂടുതൽ രുചിച്ചറിയാനും ആ അറിവ് സമ്പാദിക്കുവാനും നമുക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഹെഡ് ഫുള്ള് ഫില്ലായിട്ടിരിക്കുകയാണ്. നമ്മുടെ തല മുഴുവൻ ഈ ജ്ഞാനം നിറച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമയായ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഒരു സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ, ഈ അറിവ് എനിക്കുണ്ടെന്നുള്ള ഭാവമൊക്കെ മാറ്റിവെച്ച്, ജ്ഞാനത്തിന്റെയും വാക്കുകളുടെയും ഒക്കെ വൈഭവം മാറ്റിവെച്ച്, ഒരു എംപ്റ്റീഡ് ലൈഫ്, ഒരു അപ്രോച്ച് എല്ലാം ഒഴിവാക്കി, നീക്കിവെച്ച്, മാറ്റിവെച്ച്, ഒന്നും അറിയാത്തവനെ പോലെ, നമ്മളിവിടെ വായിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് പൗലോസ് പറയാം. അത്രയും വിനയമുള്ളവനായി എല്ലാം മാറ്റിവെച്ച് അവിടെ പൗലോസ് ആയിരിക്കാം. ഈ മനോഭാവം ഇന്ന് നമുക്ക് ആവശ്യമാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഫോണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫ്ലാഷ് മെസ്സേജ് ആണ്, അല്ലെ? സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ, നമ്മുടെ മെമ്മറി ഫുൾ ആകുന്ന പല സാഹചര്യം ഉണ്ടാവില്ലേ? ഫോണിൽ കപ്പാസിറ്റി കഴിയുന്ന അതിലുപരിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും, ഡെയിലി നമുക്ക് വരുന്ന ഡിവോഷൻസും, പല തരത്തിലുള്ള വീഡിയോസും, പ്രഭാത സന്ദേശങ്ങളും, സന്ധ്യാ സന്ദേശങ്ങളും, ഉച്ച കഴിഞ്ഞത്തെ സന്ദേശങ്ങളും, അങ്ങനെ നമ്മുടെ ഫോൺ ഇതെല്ലാം വാട്സ്ആപ്പ് എന്നീ സംഭവങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു സുപ്രഭാതം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫോൺ പറയുന്നു, ഐ കനോട്ട് ബെയർ ഇറ്റ് ഓൾ, എനിക്കിത് പറ്റത്തില്ല, ഇതെല്ലാം നിറഞ്ഞു. പല തരത്തിലുള്ള സംഭവങ്ങളായിട്ട് എന്റെ ഫോൺ നിറഞ്ഞിരിക്കുകയാണ്, എന്റെ മെമ്മറി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫോൺ തന്നെ പറയും, യു ക്യാൻ മാനേജ് യുവർ സ്റ്റോറേജ് ആൻഡ് സെറ്റിംഗ്. അവിടെ പോയി എന്ത് ചെയ്യണം? ഇനിയും വല്ലതും കിട്ടണമെങ്കിൽ ആദ്യം പോയി നീ ക്ലിയർ ചെയ്യണം. ഫോൺ പറയും, ആദ്യം പോയി ആവശ്യമില്ലാത്തതൊക്കെ മാറ്റണം, അവിടെ നിറഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കണം, ഈ സ്റ്റോറേജ് ഒന്ന് എംപ്റ്റി ആക്കണം, ഒന്ന് ഫ്രീ അപ്പ് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ പുതിയത് കിട്ടത്തുള്ളൂ. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, എന്ന് വെച്ചാൽ ദൈവമക്കളായ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ദൈവിക സന്ദേശങ്ങളും ബൈബിൾ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേട്ട് നമ്മുടെ തലച്ചോറ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേറാൻ വഹിയാതെ വണ്ണം നമ്മുടെ തലച്ചോറ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നാം ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, പ്രസംഗങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ബൈബിൾ ക്ലാസ്സുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ത്വര എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്,
ഈ പുള്ളി പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ, ഈ പുള്ളി പറയുന്നതൊക്കെ ശരിയാണോ എന്നറിയാൻ, ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ എനിക്ക് കുറച്ചും കൂടെ പഠിക്കണം, എനിക്ക് കുറച്ചുകൂടെ അറിവ് സമ്പാദിക്കണം, ഐ ഹാവ് ഇനഫ്, എനിക്ക് അധികം കിട്ടിക്കഴിഞ്ഞു, എനിക്കിനി ഒന്നും വേണ്ട, അതുകൊണ്ട് ഇതൊന്ന് നിരീക്ഷിക്കാനായിട്ട് ഞാൻ കയറിയിരിക്കുന്നു, ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഞാനൊന്ന് പോകുന്നു എന്ന മനോഭാവത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് വിശ്വാസികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള വ്യത്യാസവും ഒരു തരത്തിലുമുള്ള ഇൻഫ്ലുവൻസും സ്വാധീനവും ചെലുത്താതെ കേവലം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന എന്തൊക്കെയോ ആയി സന്ദേശങ്ങളായി അത് മാറുകയാണ്. നമുക്ക് ഫ്രീ അപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് നീക്കി വെക്കാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് താഴ്മയോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുന്നില്ല, നമുക്ക് വിനയത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ സ്റ്റോറേജ് ടോട്ടലി ഫുൾ ആണ്. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തി എന്ത് ചെയ്യും? ഓരോ സമയവും അത് റീഫ്രഷ് ചെയ്ത് പുതിയത് കേൾക്കുവാനും പുതിയത് പഠിക്കുവാനും നമ്മുടെ അറിവും സമ്പാദ്യവും ഒക്കെ മാറ്റി വെച്ചിട്ട് പുതുമനസ്സോടുകൂടി റീഫ്രഷ്ഡ് മൈൻഡോടുകൂടി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം വളരെ സുപരിചിതമായി നമുക്കറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ പറയുന്നു, അവൻ വളരണം, ഞാൻ കുറയണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്താണ്? ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണണം. ഈ താഴ്മ, അതായത് കർത്താവ് എന്നിൽ വളരണം, ഞാൻ കുറയണം, മറ്റുള്ളവനെ എന്നേക്കാൾ ശ്രേഷ്ഠൻ എണ്ണാനുള്ള കൃപ, കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇത് പറയാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്, അല്ലെ? ഇത് നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യങ്ങളാണ്. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി പദങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. കർത്താവിനെ വളരണം, ഞാൻ കുറയണം, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, നീ വളര്, നീ ഉയര്, എന്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടമൊന്നും വേണ്ട, എനിക്ക് ഒരു മഹത്വവും വേണ്ട, ദൈവമേ നിനക്ക് സർവ്വമഹത്വവും. യോഹന്നാൻ അതാ പറഞ്ഞേ, ലെറ്റ് യു ടേക്ക് ഓൾ ദ ഗ്ലോറി, നീ എല്ലാം എടുത്തു, എനിക്കൊന്നും വേണ്ട, നീ വളരേണ്ടവനാണ്, ഞാനാണ് കുറയേണ്ടവൻ, ഞാൻ മാറിയിരിക്കട്ടെ, ഞാൻ താണിരിക്കട്ടെ, ഞാൻ നീങ്ങിയിരിക്കട്ടെ, ഞാൻ ആരാണെങ്കിലും, എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും, എത്രത്തോളം എനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെങ്കിലും, എത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസം എനിക്കുണ്ടെങ്കിലും, എത്രത്തോളം ഉയർന്ന ജോലി ഉണ്ടെങ്കിലും, എത്ര വലിയ സമ്പാദ്യം എനിക്കുണ്ടെങ്കിലും, ഞാൻ സ്ഥലം സഭയിലെ മൂപ്പനാണെങ്കിലും സുവിശേഷകനാണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണമെന്ന് പ്രസംഗിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ എത്രത്തോളം നമ്മളെ കൊണ്ട് അത് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? എല്ലാരെയും നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠൻ എന്ന് എണ്ണാൻ നമുക്ക് കഴിയുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയും. നമ്മൾ സൺഡേയിൽ രാവിലെ ആരാധനയ്ക്ക് ഇരിക്കുന്നു. ആരാധന 10 മണിക്ക് ആരംഭിക്കുന്നു. നമ്മളെല്ലാവരും സഭാ ഹാളിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. പെട്ടെന്നൊരു വ്യക്തി, നമുക്ക് ഒരുപക്ഷെ അറിയാവുന്ന, നമ്മുടെ സ്ഥലം സഭയിൽ കൂടാത്ത പുറത്തുനിന്ന് വരുന്ന ഒരു അതിഥിയായ ഒരു വ്യക്തി വരും. ആ വ്യക്തി വരുമ്പോൾ ആ വ്യക്തി ഒരു ഉന്നതനായ വ്യക്തിയാണെങ്കിൽ, ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണെങ്കിൽ, സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് മുൻപന്തിയിൽ ഒരു കസാര കൊണ്ടുപോകും. അതേസമയം അത്രയും പ്രാധാന്യമില്ലാത്തൊരു വ്യക്തിയാ കയറി വരുന്നെങ്കിൽ നമ്മൾ അവിടെ ഒരു ആംഗ്യം കാണിക്കും, ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കും. നമ്മൾ എഴുന്നേക്കത്തില്ല, കൈ കൊടുക്കത്തില്ല, ഒരുപക്ഷെ സ്വാഗതം ചെയ്യത്തില്ല. നമ്മളൊരു ആംഗ്യ ഭാഷയിൽ സർവ്വതും അവിടെ കൊടുക്കും, അല്ലെ? ആ വ്യക്തിയെ ശ്രേഷ്ഠൻ എണ്ണാൻ നമുക്ക് കഴിയുന്നില്ല, മറ്റേ ആളെ ശ്രേഷ്ഠൻ. യാക്കോബ് അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ, യാക്കോബിന്റെ ലേഖനത്തിൽ. നിങ്ങളുടെ ആരാധനയിൽ നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് പൊന്മോടിയും മോതിരവും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ ആദരിക്കുവാനും അത്രയും ഇല്ലാത്ത വ്യക്തികളെ ആദരിക്കാതെ വിടാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, എല്ലാവരെയും ഒരുപോലെ എണ്ണുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ചില വ്യക്തികൾ കൂടുതൽ മഹത്വവും ചില വ്യക്തികൾക്ക് കുറഞ്ഞ മഹത്വവും ആണ് നൽകുവാൻ നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, നമ്മളെക്കാട്ടിൽ ഉന്നതനെന്ന് നമ്മൾ കണക്കാക്കുന്നവർക്ക് ആവശ്യത്തിലധികം ബഹുമാനം നൽകുകയും, എന്നാൽ നമ്മളെക്കാൾ കുറഞ്ഞവനെന്ന് നമ്മൾ കണക്കാക്കുന്ന വ്യക്തിയെ ഒരു വിധത്തിലും കൺസിഡർ ചെയ്യാതെ ഒരു ലീസ്റ്റ് ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതയുള്ള വ്യക്തികളാണ് നാമെങ്കിൽ നമുക്ക് എന്തില്ല? ക്രിസ്തുവിന്റെ മനസ്സില്ല. വിശ്വാസിയായിരിക്കാം, മൂപ്പനായിരിക്കാം, സുവിശേഷകനായിരിക്കാം, നല്ല വേദപുസ്തകത്തിൽ നല്ല അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിന്റെ കുറവ് വ്യക്തമാകും, എവിഡന്റ് ആകും. അത് അവിടെ ഇരിക്കുന്ന സർവ്വ വിശ്വാസികൾക്കും മനസ്സിലാവും. അവര് പരസ്പരം അത് പറയും.
അവിടെ ഇരിക്കുന്ന മറ്റുള്ള വിശ്വാസികൾ അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഈ പറയപ്പെട്ട നീ വളരണം, ഞാൻ കുറയണം, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം, ഇതെല്ലാം എവിടെ ഉള്ളൂ? വാക്വൈഭവത്തിൽ മാത്രമേ ഉള്ളൂ, പ്രസംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അത് കാണുന്നില്ലെന്ന് പരസ്പരം സഭാവിശ്വാസികൾ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്ന സാഹചര്യം വരും. അതിന് ഏറ്റവും ആവശ്യം നമുക്കെന്താണ്? ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായി നാം തീരുമ്പോൾ, പ്രായഭേദമന്യേ, നിറഭേദമന്യേ, സമ്പാദ്യഭേദമന്യേ, സ്ഥാനഭേദമന്യേ, വിദ്യാഭ്യാസ ഭേദമന്യേ, പൊസിഷണൽ ഭേദമന്യേ ഡിഫറൻസ് കൂടാതെ എല്ലാവരെയും ക്രിസ്തുവിൽ സഹോദരന്മാർ സഹോദരിമാർ എന്ന് കണക്കാക്കി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും ഒരുപോലെ കരുതുവാനും ഒരുപോലെ ബഹുമാനിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ അത് ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തികൾക്ക് മാത്രമേ കഴിയൂ. പൗലോസിന് അത് കഴിഞ്ഞു. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് ആ കൊരിന്ത് സഭയിലുള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വന്നതേ ഉള്ളൂ. അവർക്കെല്ലാം എന്തേ അറിയത്തുള്ളൂ? അവർക്കെല്ലാം ക്രൂശിക്കപ്പെട്ട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി. വേദപുസ്തകത്തിന്റെ പ്രിലിമിനറി ട്രൂത്ത് മാത്രം, ABCD മാത്രം, ആൽഫബറ്റ് മാത്രം പഠിച്ചിരിക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ പൗലോസ്, ഐ നോ എവറിഥിങ്, എനിക്കെല്ലാം അറിയാം, ഓൾ ദ തിയോളജി ഐ നോ, ഓൾ ദ ബ്രാഞ്ചസ് ഐ നോ, എനിക്കതറിയാം ഇതറിയാം, എനിക്ക് ഭയങ്കരമായ ജ്ഞാനമുണ്ട്, വെളിപ്പാടിന്റെ ആധിക്യം എനിക്കുണ്ട്, സർവ്വകാര്യങ്ങളും എനിക്ക് കാണാപ്പാടമാണ് എന്ന ജാടയിട്ട് അവിടെ ഇരുന്നുവെങ്കിൽ പൗലോസിന് എന്തില്ല? ക്രിസ്തുവിന്റെ മനസ്സില്ല. ആ ഒരു ചിന്തയും ആറ്റിറ്റ്യൂഡും പൗലോസിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് നാം വായിക്കുന്ന പ്രസംഗിക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്പോസ്തലനായിട്ട് അറിയപ്പെടത്തില്ലായിരുന്നു. ആര്? അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർക്ക് 2 ലേഖനം 12 അധ്യായം 7 വാക്യത്തിൽ, നമുക്കറിയാവുന്ന വാക്യമാണ്, വായിക്കുന്നില്ല, പൗലോസ് പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അഹങ്കരിച്ചു പോകും. അത് എനിക്കും അറിയാം, ഞാൻ അഹങ്കരിക്കും. കാരണം ഈ വെളിപ്പാടിന്റെ ആധിക്യം ഒരു പക്ഷെങ്കിൽ മറ്റ് അപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത തരത്തിലുള്ള ശ്രേഷ്ഠമേറിയ കാര്യം, ക്രിസ്തുവിനൊപ്പം 3.5 വർഷം നടന്ന ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത ശ്രേഷ്ഠമേറിയ കാര്യം, വെളിപ്പാടുകളുടെ ആധിക്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ അഹങ്കരിക്കും, ഫോർ ഷുവർ. അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ ദൈവം എനിക്ക് എന്ത് തന്നിരിക്കുന്നു? ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഈ തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ടായിരിക്കണം. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് ലഭിച്ച പദവികളിൽ, എനിക്ക് ലഭിച്ച അറിവുകളിൽ, എനിക്ക് ലഭിച്ച ഡിഗ്രികളിൽ, എനിക്കുള്ള സമ്പാദ്യത്തിൽ, എനിക്കുള്ള ബാങ്ക് ബാലൻസിൽ, എനിക്കുള്ള വീട്ടിൽ, എനിക്കുള്ള സർവ്വ സമ്പാദ്യങ്ങളിൽ, എനിക്കുള്ള സർവ്വ അറിവുകളിൽ, എനിക്കുള്ള പാരമ്പര്യത്തിൽ അഹങ്കരിക്കാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ, അത്രയും ഉന്നതമായ ശ്രേഷ്ഠമേറിയ പദവി ഉണ്ടായിട്ടും അവിടെ അഹങ്കാരമില്ലാത്തവനായി, നിഗളിച്ചു പോകാത്തവനായി, പഫ്ഡപ്പ് ആകാതെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ we need the mind of Christ. നമുക്ക് എന്തുണ്ടാകണം? ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആദ്യം ഞാൻ അഹങ്കരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആദ്യം നമുക്കുണ്ടാകും. എന്നാൽ ഈ തിരിച്ചറിവ് ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മളെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഈ ക്രിസ്തുവിന്റെ മനസ്സ് വളരെ അത്യാവശ്യമായി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചിന്തിച്ചതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒഴിഞ്ഞ വ്യക്തിയായി, ഒഴിഞ്ഞ പാത്രമായി, വളരെ ലളിതമായ എന്ന് വെച്ചാൽ വളരെ താഴ്മയുള്ള, വിനയമുള്ള ഒരു ക്രൈസ്തവ ജീവിതം നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് നമുക്ക് കഴിയും. അതിനോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യമാണ് 4 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ, കൊരിന്ത്യർക്ക് 1 ലേഖനം 2 അധ്യായം അതിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, എന്റെ വിശ്വാസ ജീവിതത്തിൽ empty ആയിട്ടുള്ള, ഒഴിഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല ഞാൻ ജീവിക്കാനായിട്ട് ശ്രമിച്ചത്. എംറ്റിനെസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അതായത് സ്വർഗ മഹിമയെല്ലാം വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി, താഴ്മയുള്ളവനായി കർത്താവ് യേശുക്രിസ്തു തീർന്ന ആ ഒഴിയപ്പെട്ട അവസ്ഥയാണ് ദി എംറ്റീഡ്
ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒഴിഞ്ഞ ഒരു അവസ്ഥയാണ് അത്. ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏത്? ക്രിസ്തുവിന്റെ മനസ്സുള്ള, ക്രിസ്തുവിന്റെ അനുകാരികളായ നമ്മുടെ ജീവിതത്തിൽ അതേ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ മനസ്സിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നാം ഓരോരുത്തരും കാഴ്ചവെക്കണം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, പിന്നെന്താണ്, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ വചനങ്ങളിൽ, നമ്മുടെ പ്രസംഗങ്ങളിൽ എന്തുണ്ടായിരിക്കണം? ഇതേ താഴ്മയും വിനയവും ഉണ്ടായിരിക്കണം. എങ്ങനെ? ആത്മാവിന്റെ പ്രതിഫലങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ, എന്റെ വചനവും എന്റെ പ്രസംഗവും, മൈ വേർഡ്സ് ആൻഡ് മൈ സ്പീച്ച് എന്നാണ് പൗലോസ് പറയുന്നത്. എന്റെ വാക്കുകളും എന്റെ പ്രസംഗവും എല്ലാം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ, വചനം എന്ന് പറയുന്നത് വാക്കാണ്, ദ വേർഡ്, വാക്കുകളും തന്റെ പ്രസംഗവും അതിലൂടെ പ്രതിഫലിക്കപ്പെട്ടത് എന്താണ്? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ് ആ വാക്കുകളിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട്. പൗലോസിന്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കൊന്നും പൗലോസ് അവിടെ ഉപയോഗിച്ചില്ല. പൗലോസ് പ്രസംഗിച്ചപ്പോൾ, പൗലോസ് സംസാരിച്ചപ്പോൾ അവിടെ മാനുഷികമായ ജ്ഞാനം പറയാൻ പൗലോസ് ശ്രമിച്ചില്ല. തനിക്കുണ്ടായിരുന്ന ലൈഫ് എക്സ്പീരിയൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം, ഒരു പ്രസംഗം, വാക്കുകളല്ല പൗലോസ് അവിടെ പറഞ്ഞത്. തനിക്കുള്ള ജ്ഞാനം മുഴുവൻ അവിടെ വിളമ്പാൻ പൗലോസ് ശ്രമിച്ചില്ല. സാധാരണക്കാരായ വിശ്വാസികളുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി, അവരുടെ അറിവിനെ മനസ്സിലാക്കി, അവരുടെ പരിമിതികളെ മനസ്സിലാക്കി, അവർക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവാത്മാവിൽ പ്രേരിതനായി മനസ്സിലാക്കി, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. പൗലോസ് പറയുകയാണ്, ഞാനിവിടെ വലിയ വശീകരണ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല, നിങ്ങളെ സോപ്പിടുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കർണരസമാകുന്ന കാര്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്, അത്തരം വാക്കുകൾ മാത്രമല്ല ഞാൻ ഉപയോഗിച്ചത്. പൗലോസ് അവരെ അഭിനന്ദിച്ചിട്ടുണ്ട്, അവരെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, അവരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ തെറ്റുകൾ കണ്ടപ്പോൾ, ദൈവസഭയുടെ ഇടയിൽ കുറവുകൾ കണ്ടപ്പോൾ അവരെ ശാസിച്ചിട്ടുമുണ്ട്, അവരെ വഴക്ക് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ശാസനയും വഴക്കും ഉപദേശവും പ്രോത്സാഹനവും ഉത്തേജനവും എല്ലാം ഇടകലർന്ന ഒരു പ്രസംഗ ശൈലിയും ഒരു വാചക അല്ലെങ്കിൽ സംസാര രീതിയുമായിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പൗലോസിന്റെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു, പൗലോസിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങൾ ശാസന മാത്രമാണ്. പല പ്രസംഗങ്ങളിലും ശാസനകൾ മാത്രമേ കേൾക്കാറുള്ളൂ, കുറവുകൾ മാത്രം ചൂണ്ടിക്കാട്ടുന്ന പ്രസംഗം. എന്നാൽ നന്മകൾ കാണുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ അഭിനന്ദിക്കുകയോ ചെയ്യുന്ന രീതികൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. ഇത് രണ്ടും കൊണ്ടാണ് പൗലോസിൽ ഇത് രണ്ടും ഉണ്ടായത്. പൗലോസ് ഭയങ്കരമായി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കഠിനമായി ശാസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പൗലോസ് അഭിനന്ദിക്കാനും പൗലോസ് ശ്രമിച്ചിട്ടുണ്ട്. ഈ കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആദ്യം അവരെ അഭിനന്ദിച്ചതിന് ശേഷമാണ് അവരെ ശാസിക്കാനായിട്ട്. അങ്ങനെയായിരുന്നു പൗലോസിന്റെ രീതികൾ, അങ്ങനെയായിരുന്നു പൗലോസിന്റെ പ്രസംഗങ്ങൾ, അങ്ങനെയാണ് പൗലോസിന്റെ ജീവിതത്തെ ക്രമീകരിച്ചിരുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ വ്യക്തമായി അതുണ്ടായിരുന്നു. ഇവിടെ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം പൗലോസിന്റെ വാക്കിലും പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. ഈ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം എന്ന് പറയുന്നത്, ശക്തി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് കഠിനമായ ഫയർ നടത്തുക എന്നുള്ളതല്ല, ഭയങ്കരമായ ശബ്ദകോലാഹലം ഉണ്ടാക്കുക എന്നല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും നമുക്കിടയിൽ വ്യാപിക്കുന്നുണ്ട്. ഫയറി മെസ്സേജസ് അല്ലെ, വളരെ തീക്ഷ്ണമായി ഭയങ്കര ശബ്ദത്തിൽ ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് ചെയ്യുന്ന പ്രസംഗങ്ങളാണ് പ്രസംഗങ്ങൾ എന്നുള്ള ചിന്ത നമുക്കുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ വാഗ്വൈഭവങ്ങളുള്ള പ്രസംഗങ്ങളാണ് ശരിയായ നിലയിലുള്ള പ്രസംഗം എന്ന് പറയുന്നു. ഭയങ്കരമായ ഫിലോസഫികളും ലാംഗ്വേജും ഭയങ്കരമായ നിലയിലുള്ള തത്വജ്ഞാനങ്ങളും അല്ലെങ്കിൽ ഭയങ്കരമായ നിലയിലുള്ള ഗ്രാമറുകളും സാഹിത്യവും ഒക്കെ നിറയ്ക്കുന്ന പ്രസംഗങ്ങളാണ് ശരിക്കുള്ള പ്രസംഗങ്ങൾ. മറ്റതൊന്നും ശരിയായിട്ടുള്ള പ്രസംഗം അല്ല എന്ന് കേൾക്കുന്ന സംസാര രീതികൾ നമുക്കിടയിൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാത്ത പ്രസംഗങ്ങളൊന്നും ശരിയായ നിലയിലുള്ള പ്രസംഗമല്ല, മറ്റു പ്രസംഗങ്ങളൊക്കെ ഭയങ്കരമായ ദൈവാത്മ പ്രേരിതമായി പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതൊക്കെ കേൾക്കട്ടെ, നല്ലതാണ്, അങ്ങനെ തന്നെ പോകട്ടെ. പക്ഷെങ്കിൽ അതിനോടൊപ്പം തന്നെ, ശക്തിയോടൊപ്പം തന്നെ, ആ ഫയറിനോടൊപ്പം തന്നെ, ആ വലിയ ആ ഗാംഭീര്യത്തിനൊപ്പം തന്നെ എന്തും കൊണ്ടുണ്ടാകണം, ആത്മാവിന്റെ പ്രദർശനങ്ങൾ കൂടി നടക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ദൈവവചനം ജീവിതങ്ങളിൽ ക്രമീകരിക്കപ്പെടത്തുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആർക്കും പ്രസംഗിക്കാം, എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും പ്രസംഗിക്കാൻ നമുക്ക് കഴിയും, എത്ര നിമിഷങ്ങൾ, എത്ര നേരം വേണമെങ്കിലും നിന്ന് നമുക്ക് പ്രസംഗിക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ആ പ്രസംഗങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിന്റെയും ശക്തിയുടെയും, ശക്തി എന്ന് പറഞ്ഞാൽ അതോറിറ്റി, അധികാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്,
എല്ലാ വിധത്തിലുമുള്ള ഒതന്റിസിറ്റിയിലൂടെ അത് പ്രസംഗിക്കണം എന്നുള്ളതാണ്. അപ്പം ആത്മാവിന്റെയും ഈ ഒതന്റിസിറ്റിയുടെയും ആധികാരികതയുടെയും അല്ല നമ്മുടെ പ്രസംഗമെങ്കിൽ ഈ പ്രസംഗങ്ങൾ എന്തുണ്ടാകത്തില്ല? ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടത്തില്ല. നമ്മൾ ഒരാഴ്ച ഇരുന്നായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ചില വ്യക്തികൾക്ക് 1 മണിക്കൂർ ഇരുന്ന പ്രിപ്പറേഷൻസ് നടക്കും. ചില ആൾക്കാർ 1 മാസം എടുത്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ കഴിവുകൾ നമുക്കൊക്കെ ഉള്ളവരാണ്. എങ്ങനെയാണെങ്കിൽ തന്നെയും അതിപ്പോ ഒരാഴ്ച എടുത്താലും 1 മണിക്കൂർ എടുത്താലും 1 മാസം എടുത്താലും 2 മാസം എടുത്താലും നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാത്മാവിൽ ആശ്രയിച്ച് ദൈവം തരുന്ന സന്ദേശങ്ങൾ പ്രസംഗിക്കുന്നില്ല എങ്കിൽ, ദൈവാത്മാവിന്റെ പ്രദർശനവും ദൈവാത്മാവിന്റെ ആധികാരികതയുടെ പ്രദർശനവും ആ സന്ദേശങ്ങൾ ഇല്ല എങ്കിൽ ആ സന്ദേശങ്ങൾ എന്തുണ്ടാകത്തില്ല? ദൈവജനത്തിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യത്തില്ല. പൗലോസ് പറയുന്നു, അത് ക്രിയ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെ ക്രിസ്തുവിലുള്ളത് തിരിച്ചറിയുവാൻ അവന്റെ മനസ്സിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മനസ്സിൽ അധിഷ്ഠിതമായി ദൈവം തരുന്ന സന്ദേശങ്ങൾ നേടിയെടുത്ത് പ്രസംഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്ക് അതിന്റെ പശ്ചാത്തലവും സന്ദർഭവും സാഹചര്യവും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. പെന്തക്കോസ്ത് നാളിൽ പൗലോസും പത്രോസും ശിഷ്യഗണങ്ങളും നിന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെ ആത്മാവിന്റെ പ്രദർശനം നടക്കുകയാണ്, അധികാരത്തിന്റെ പ്രദർശനം അവിടെ നടക്കുകയാണ്, ആധികാരികതയുടെ പ്രദർശനം നടക്കുകയാണ്, ശക്തമായ നിലയിലുള്ള ദൈവ വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. നമ്മൾ എന്താ സംഭവിച്ചത്? ആത്മാവ് നിറഞ്ഞവരായി അവർ പ്രസംഗിച്ചു എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവന്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് നാം പറഞ്ഞു. അവിടെ അന്യഭാഷ ആ സംഭവങ്ങളൊക്കെ നമുക്ക് വിടാം. അവിടെ എന്താണ്? പത്രോസും ശിഷ്യഗണങ്ങളും കർത്താവിന്റെ അപ്പോസ്തലന്മാർ എങ്ങനെ നിന്ന് പ്രസംഗിച്ചു? ആത്മനിറവിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ, ദൈവം അവർക്ക് നൽകിയത് അവർ പ്രസംഗിച്ചപ്പോൾ, ദൈവം അവർക്ക് നൽകിയ സന്ദേശം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാത്മാവിൽ ആശ്രയിച്ച് അവർ സംസാരിച്ചപ്പോൾ ജനം അതിനെ എങ്ങനെ കാണുന്നു? ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവർ പ്രസംഗിക്കുന്നു, അത് നാം കേൾക്കുന്നു എന്ന് ആശ്ചര്യത്തോടെ അവിടെ നിന്ന് പറയുകയാണ്. They were amazed എന്നാണ്. അവർ ആശ്ചര്യപ്പെട്ടു പോയി. എന്തുകൊണ്ട്? അത്രയും വലിയ വൻകാര്യങ്ങളെ, ദൈവത്തിന്റെ വൻകാര്യങ്ങളെയാണ് ആര് പ്രസ്താവിച്ചത്? ഈ ശിഷ്യഗണങ്ങൾ അവിടെ നിന്ന് പ്രസ്താവിച്ചത്. എങ്ങനെ അവർക്കത് കഴിഞ്ഞു? അവരാത്മാവിൽ പ്രേരിതരായി, ആത്മാവ് നിറഞ്ഞവരായി, ആത്മനിറവിൽ നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അതിന് ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തു. നമുക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഏത് സന്ദേശവും നമുക്ക് ഓർപ്പിച്ച പോലെ തന്നെ ഏത് സന്ദേശവും പ്രസംഗിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ആ സന്ദേശത്തിൽ ആത്മപ്രേരണയും ആത്മനിറവും ഇല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചതെല്ലാം വളരെ ശൂന്യമായ നിലയിൽ, അപ്രയോജനകരമായ നിലയിൽ അത് പരിണമിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക് ദൈവവചനം സംസാരിച്ച രംഗമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നവർ. അപ്പോൾ അവിടെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ സുവിശേഷം കേവലം വചനമായി മാത്രമല്ല വന്നത്. ഈ വചനം എന്നത് വേർഡ്, വാക്കുകൾ എന്ന ട്രാൻസ്ലേഷൻ ആണ് ശരിയായ നിലയിലുള്ള ട്രാൻസ്ലേഷൻ. വേർഡ് അല്ലെങ്കിൽ ആ നിലയിലുള്ള വാക്കുകൾ എന്നുള്ളതാണ്. കേവലം വാക്കുകളായിട്ട് മാത്രമല്ല വന്നത്, ഞങ്ങൾ ചുമ്മാ എന്തൊക്കെയോ വന്ന് പറഞ്ഞു പോയതല്ല എന്നാണ് പൗലോസ് അവിടെ ആശയമാക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ സുവിശേഷം കേവലം വചനമായിട്ടല്ല അവിടെ വന്നത്. പിന്നെന്താണ്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി. ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും. ബഹുനിശ്ചയം അവർക്കുണ്ട്. അവരെന്താ പറയുന്നതെന്ന് കൃത്യമായി അവർക്കറിയാം. ബഹുനിശ്ചയം, കാരണം അത് ദൈവം നൽകിയതാണ്. അത് ബഹുനിശ്ചയത്തോടു കൂടി അവർ സംസാരിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്നാണ് വായിക്കുന്നത്. അതായത് ബഹുനിശ്ചയത്തോടും ശക്തിയോടും ആത്മാവോടും കൂടി അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്കയിൽ വചനം പ്രസംഗിച്ചപ്പോൾ ദൈവജനം, ഏത് ദൈവജനം? ബഹുകഷ്ടത്തിൽ കൂടി കടന്നുപോയ ദൈവജനം,
അവരെന്ത് ചെയ്തു? അവരത് ബഹുകഷ്ടത്തിലാണെങ്കിൽ കൂടിയും അവരത് സ്വീകരിച്ചു. എങ്ങനെ? വചനമായി സ്വീകരിച്ചു, ദൈവവചനമായി അത് സ്വീകരിച്ചു. അത് അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ന് എല്ലാ സൗകര്യമുണ്ടെങ്കിലും, ഒരു കഷ്ടതയും ഇല്ലെങ്കിലും, ഒരു പ്രയാസവും ഇല്ലെങ്കിലും, ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ജനം താല്പര്യമില്ലാത്തവരായി തീരുന്നതിന്റെ രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് ഈ ദൈവവചനം കേൾക്കേണ്ട താല്പര്യമില്ല, ആവശ്യമില്ല. കാരണം നമ്മൾ മുമ്പേ ചിന്തിച്ച പോലെ ആവശ്യത്തിലധികം തലയിൽ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഉറങ്ങും, അല്ലെ മറ്റെന്തെങ്കിലും നോക്കും. തെസലോനിക്ക ലേഖനത്തിന് പ്രസംഗിക്കുമ്പോൾ എസ്രയുടെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത നിലയിൽ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, മറ്റു പല ക്രിയകൾ കൈവച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഈ നെറ്റിയിലും മുഖത്തുമൊക്കെയുള്ള ഈ പിമ്പിൾ ഒക്കെ, ഈ കുരുവൊക്കെ പൊട്ടിക്കും. ബൈബിള് വർഷങ്ങളായിട്ട് ഈ ബൈബിൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുകയാണ്, ഈ മടങ്ങിയിരിക്കുന്നത് ഈ സമയമാണ്. അതിങ്ങനെ നൂർക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ ഇവിടെ കണ്ടഘോര പ്രസംഗം നടക്കുകയാണ്. ദൈവദാസൻ ഇന്ന് പ്രസംഗിക്കുകയാണ്. ഈ സമയത്ത് ഈ കലാപരിപാടികൾ അങ്ങനെ അവിടെ നിന്ന് നടത്തുകയാണ്. എന്താ വലിയ താല്പര്യം, താനൊക്കെ എന്താ പ്രസംഗിക്കുന്നത്? ഇതൊന്നും നമ്മളിത് കുറെ കേട്ടിട്ടുള്ള, കുറെ വർഷമായി നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ള, ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ലെന്നുള്ള ധാരണയിൽ താല്പര്യമില്ലാത്തവർ അങ്ങനെ ഇരിക്കും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, അയ്യോ നമ്മൾ അവിടെ നിന്ന് ഇവരെ ബോറടിപ്പിക്കുകയാണ്, ഇവർക്ക് വേണ്ടതല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ എന്തോ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ദൈവജനത്തിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനം നൽകുന്ന നിലയിൽ എനിക്ക് പ്രസ്താവിക്കാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ദൈവാത്മ പ്രേരിതനായി ആധികാരികതയോടെ ബഹുനിശ്ചയത്തോടെ എന്താണ് ഇവർക്ക് വേണ്ടത്, ദൈവമേ അതെനിക്ക് തരണമെന്ന പ്രാർത്ഥനയോ താല്പര്യമോ പ്രിപ്പറേഷനോ ഒന്നുമില്ല. അതെ, അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കണമല്ലോ, എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കാം, 101 പ്രസംഗക്കുറിപ്പൊക്കെ തപ്പിയെടുത്ത് അതിൽ നിന്ന് എന്തൊക്കെയോ ഒക്കെ വലിച്ചു വാരി, കുറച്ച് ഇന്റർനെറ്റ് ഒക്കെ പരതി, മറ്റാരുടെയൊക്കെ പ്രസംഗം അടിച്ചു മാറ്റി അവിടെ പോയി കുറെ അരമണിക്കൂർ നമ്മൾ ഇങ്ങനെ വാചക കസർത്ത് നടത്തി. അതെന്ത് ചെയ്തില്ല? അത് ഈ ജനത്തിന് ഒരു വിധത്തിലുമുള്ള വെറുതെ അരമണിക്കൂർ അവിടെ നിന്ന് തൊണ്ടകാരി കയറി നമ്മൾ പ്രസംഗിച്ചു, അതൊരു ഗുണവും ചെയ്തില്ല. ഇതൊക്കെ സംഭവിക്കുന്ന എന്താണ്? ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളിത് റിസീവ് ചെയ്യണമെങ്കിലും, അതായത് ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗം, ദൈവവചനം, അതിൻ്റെതായ അർത്ഥത്തോടു കൂടി നമ്മൾ റിസീവ് ചെയ്യണമെങ്കിലും ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് വേണം. ദൈവജനത്തിന് ആവശ്യമായത് നൽകുവാനും നമുക്ക് എന്ത് വേണം? ക്രിസ്തുവിന്റെ മനസ്സ് വേണം. ഈ മനസ്സ് നമുക്കുള്ളപ്പോൾ ക്രിസ്തു നമുക്ക് തരും എന്ത്? നാളെ ഈ സഭയിൽ, ദൈവസഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം അത് അവിടേക്ക് പ്രയോജനകരമാകണമെങ്കിൽ, അവർക്ക് ആവശ്യമായ വചനം പ്രസംഗിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടല്ലോ. അതിനു പകരം ബൈബിൾ ക്ലാസ്സിന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെങ്കിലും ദൈവവചന ശുശ്രൂഷയ്ക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ അവിടുത്തെ സഹോദരനെ, നമുക്കറിയാവുന്ന പരിചയമുള്ള സഹോദരനെ ഫോൺ ചെയ്യുക, അവിടുത്തെ വിശ്വാസികൾ എങ്ങനെയുണ്ട്, അവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്, എത്ര പേര് അവിടെ ഡിവോഴ്സ് ചെയ്തവരുണ്ട്, എത്ര പേര് കുടുംബ പ്രശ്നമുള്ളവരുണ്ട്, എത്ര പേര് അവിടെ മദ്യപിക്കുന്നവരുണ്ട്, എത്ര പേര് സ്മോക്ക് ചെയ്യുന്നവരുണ്ട്, എത്ര പേര് സുവിശേഷം അറിയിക്കാൻ പോകുന്നുണ്ട്, എത്ര പേര് സ്ഥിരമായി യോഗത്തിന് വരുന്നുണ്ട്, കൃത്യം 10 മണിക്ക് ആരാധനയ്ക്ക് വരുന്ന എത്ര പേരുണ്ട്, ലേറ്റ് ആയിട്ട് വരുന്ന എത്ര പേരുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം നമ്മൾ സമ്പാദിക്കും. ഈ റിപ്പോർട്ടെല്ലാം നേടിയെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു പ്രസംഗം അങ്ങോട്ട് റെഡിയാക്കും. നിങ്ങൾ കൃത്യം 10 മണിക്ക് മുമ്പേ വരണം, നിങ്ങൾ മദ്യപിക്കരുത്, അത് ചെയ്യരുത്, കുടുംബ വഴക്കുണ്ടാക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് കുത്തി പരുവപ്പെടുത്തി പ്രസംഗം അവസാനിക്കും. ആർക്കും പ്രയോജനപ്പെടുത്തും. ശുശ്രൂഷ കഴിഞ്ഞെല്ലാം നമ്മൾ വീട്ടിൽ പോകും. ഇതാർക്കും ഒരു ഗുണവും ചെയ്യത്തില്ല. അതിനെന്തുണ്ടാകണം? അതിന് ബഹുനിശ്ചയത്തോടെ ദൈവം തരുന്നത് പ്രസംഗിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവസഭയിൽ കേൾക്കുന്നവർക്ക് അത് കൃത്യമായി പ്രയോജനപ്പെടും. 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതായത് 1 തെസ്സലോനിക്ക 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ, ശ്രദ്ധിച്ചേക്കണേ, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഇത് ധൈര്യത്തോടെ പൗലോസിന് പറയാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞു? അത് അങ്ങനെ അല്ലായിരുന്നു. അബദ്ധത്തിൽ വന്നൊന്നുമല്ല, അബദ്ധത്തിൽ കിട്ടിയ സന്ദേശം അല്ലത്. പിന്നെന്താ? അശുദ്ധി നിറഞ്ഞ സന്ദേശമല്ല. എന്ന് വെച്ചാൽ തോന്നിയ പോലെ ജീവിച്ചിട്ട് എങ്ങനെയൊക്കെയോ കുറെ പ്രസംഗങ്ങൾ തട്ടിക്കൂട്ടി പോയി പ്രസംഗിക്കായിരുന്നില്ല ചെയ്തത്. പിന്നെന്താണ്? അശുദ്ധിയിൽ നിന്ന് വന്നല്ല, വ്യാജമല്ല എന്ന് പറഞ്ഞാൽ, വ്യാജം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു മാറ്റിയതല്ല, മറ്റാരുടെയോ കടമെടുത്തതല്ല. ഇത് ദൈവം കൊടുത്തത്, ദൈവാത്മ പ്രേരിതനായി ദൈവസഭയിൽ പ്രസംഗിച്ചു. ഇത് വ്യാജമായിരുന്നില്ല, സത്യസന്ധമായ കാര്യമാണ് അവിടെ സംസാരിച്ചത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 4-ാം വാക്യത്തിൽ, 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. അവർ ശ്രമിച്ച ഏക കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ദൈവവചനം കൊണ്ട് ദൈവനാമം മുഖത്ത് വരണം, എനിക്ക് കുറെ പേരുണ്ടാക്കണം അല്ല, ദൈവനാമം മുഖത്ത് വരണം. ദൈവജനം എന്റെ പ്രസംഗം കേട്ട് കൈയെടുക്കും, അച്ഛാ കൊള്ളാം, അടിപൊളി, സൂപ്പർ, അതല്ല, ദൈവം പ്രസാദിക്കണം.
അതുകൊണ്ട് ദൈവസഭയ്ക്ക് പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ദൈവം അതിൽ പ്രസാദിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്പിരിറ്റ് ഡെമോൺസ്ട്രേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ നൽകുവാൻ, ദൈവാത്മാവിനെ പ്രകടമാക്കുന്ന സന്ദേശങ്ങൾ നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് കഴിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. ആ ക്രിസ്തുവിന്റെ മനസ്സിൽ നാം ഭരമേൽപ്പിക്കുമ്പോൾ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവം പറയാനുള്ളത് നമുക്ക് തരികയും അത് ബഹുനിശ്ചയത്തോടെ ദൈവാത്മാവിന്റെ ശക്തിയോടെ ദൈവാത്മ പ്രേരിതരായി സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സന്ദേശങ്ങളായി അത് തീരുകയും അത് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളതായി തീരുകയും ചെയ്യും. രണ്ടാമതായിട്ട് പ്രസംഗം മാത്രമല്ല, പൗലോസ് പറയുന്നു എന്റെ പ്രസംഗവും വാക്കുകളും. പൗലോസ് അങ്ങനെയാണ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 2 അധ്യായത്തിൽ പറഞ്ഞത്, എന്റെ വചനവും എന്റെ പ്രസംഗവും. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരു വ്യക്തിയുടെ പ്രസംഗം എങ്ങനെയായിരിക്കും, ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. അതുപോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും വാക്കുകൾ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തികളുടെ വാക്കുകളും എങ്ങനെയായിരിക്കും? ക്രിസ്തുവിൽ ദൈവാത്മാവിൽ പരമേൽപ്പിക്കപ്പെട്ടത് ദൈവാത്മാവിന്റെ ശക്തിയുടെ പ്രകടനമായി തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 7 അധ്യായത്തിൽ സ്തേഫാനോസിന്റെ ജീവിതത്തിലെ സംഭവമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം 55 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനോ, അതായത് ഇത് കേട്ടപ്പോൾ യഹൂദന്മാരെല്ലാം കോപം നിറഞ്ഞവരായി സ്തേഫാനോസിനെ കല്ലെറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ അവനോ, ആര്? സ്തേഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അങ്ങനെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവാത്മാവ് നിറഞ്ഞവനായി ഈ സ്തേഫാനോസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് വരികയാണ്? ഈ കല്ലുകൾ നാനാഭാഗത്തു നിന്നും ഈ സ്തേഫാനോസിന്റെ ദേഹത്തേക്ക് വന്നു വീഴുകയാണ്. ഇങ്ങനെ ദൈവാത്മാ പ്രേരിതനായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി, ആത്മനിറവുള്ളവനായി, ആത്മനിയന്ത്രണമുള്ളവനായി ഈ കല്ലുകൾ തന്റെ നേരെ വരുമ്പോൾ, ഇങ്ങനെ നിന്ന് ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരു വ്യക്തി എന്താ പറയുന്നേ? 60 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 60 വാക്യം വായിച്ചത്, അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇത് ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമയുടെ സ്വഭാവമാണ്. കാരണം എന്താ? യേശു കർത്താവും ഇത് തന്നെ ചെയ്തത്, അല്ലെ? കാൽവരി കുരിശിൽ സർവരാലും ഉപദ്രവിക്കപ്പെട്ടവനായിട്ട്, 3 ആണികളുമേ തൂങ്ങപ്പെട്ടവനായിട്ട്, തലയിൽ മുൾമുടി ധരിച്ചവനായിട്ട്, ദേഹം മുഴുവൻ രക്തം വാർന്നവനായിട്ട്, ദാഹമുള്ളവനായി, വിശപ്പുള്ളവനായി, ക്ഷീണമുള്ളവനായി, എല്ലാ നിന്നയും സഹിച്ച് യേശു കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ എന്താ പറഞ്ഞത്? പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇത് സ്തേഫാനോസിന് പറയാൻ കഴിയണമെങ്കിൽ ആ ക്രിസ്തുവിന് അന്നുണ്ടായിരുന്ന മനസ്സ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർക്കും ഉണ്ടായിരുന്നു? സ്തേഫാനോസിനുണ്ടായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ, എങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ, സർവ്വതരത്തിലുമുള്ള കല്ലുകളും ശരവർഷങ്ങളും ശത്രുവിന്റെ തീയമ്പുകളും ആരോപണങ്ങളും അനാവശ്യ ദുർവാക്യ സംഭാഷണങ്ങളും ഒക്കെ നമ്മുടെ നേരെ വരുമ്പോൾ ഒരു വാക്കും മിണ്ടാതെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പരമേൽപ്പിച്ച് നിശബ്ദനായിട്ടിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ആരുടെ മനസ്സുണ്ടായിരിക്കണം? ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. കൊലോസ്യർക്കെതിരെ ലേഖനം 4 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? നമുക്കറിയാവുന്ന വാക്യമാണല്ലോ, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ വാക്കുകൾ എത്ര പേരെ നമ്മൾ മുറിവേൽപ്പിച്ചു? എത്ര പേരോട് കൃപയോടുകൂടി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു? എത്ര പേരോട് മാന്യമായി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു? എത്ര പേരോട് നന്നായി സംസാരിക്കാൻ, സൗമ്യതയോടുകൂടി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു? പലപ്പോഴും നമ്മൾ കോപിഷ്ഠരാണ്, ദേഷ്യം വന്നതായിട്ട്, അല്ലെ, മോശമായി റിയാക്ട് ചെയ്യുന്നവരായിട്ട്. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ ചിന്തിച്ച പോലെ തന്നെ നമ്മുടെ വികാരങ്ങളുടെ ശക്തമായ പ്രകടനങ്ങൾ വളരെ മോശമായി ജനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെ? കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുന്ന വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് കഴിയും. 1 പത്രോസ് 3 അധ്യായം അതിന്റെ 15 വാക്യം നമുക്കറിയാമല്ലോ. പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി ചോദ്യം ചോദിക്കുന്നവർ അവരോട് പ്രതിവാദം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? സൗമ്യതയോടുകൂടി സംസാരിക്കണം എന്നാണ് പത്രോസ് പറയുന്നത്. സൗമ്യതയോടുകൂടി സംസാരിക്കണം. ഇത് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. പലപ്പോഴും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. വേദപുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും. നമുക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേഷ്യപ്പെട്ടു പോകുന്ന അനേക വ്യക്തികളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ ഇരുന്ന പിള്ളേര് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം അറിയത്തില്ലെങ്കിൽ, നീ കൂടുതൽ സംസാരിക്കണ്ട, നീ അവിടെ മിണ്ടായിരുന്നു, അത് പഠിക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ലെന്ന് പറഞ്ഞ് വളരെ നൈസായിട്ട് ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുന്ന വ്യക്തികളെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെയധികം മോഹം വലിഞ്ഞു മുറുകി പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൗമ്യതയോടും ഭക്തിയോടും കൂടി മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു.
ഒന്ന് പത്രോസ് 2 അതിന്റെ 23 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തു. ആര്? യേശുക്രിസ്തു. തന്നെ ശകാരിക്കുന്നവരെ പകരം ശകാരിച്ചില്ല. നമ്മൾ വായിക്കുന്നത് കഷ്ടം അനുഭവിച്ചു, പക്ഷെ ഭീഷണം പറഞ്ഞില്ല. എന്ന് വെച്ചാൽ എന്താ? നമ്മളെന്നും സ്ഥിരം ഞായറാഴ്ച വായിക്കുന്ന കാര്യമാണല്ലോ. ഭീഷണം പറഞ്ഞതല്ല, തിരിച്ചൊന്നും ഭീഷണിപ്പെടുത്തിയില്ല. തന്നെ കഷ്ടപ്പെടുത്തിയവരെ, തന്നെ ശകാരിച്ചവരെ തിരിച്ച് ശകാരിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, നീ വാ കാണിച്ചു തരാം എന്ന് പറയാതെ, എനിക്ക് എന്നൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരാമെന്ന് കൂട്ടു സഹോദരന്മാരെ വെല്ലുവിളിക്കാതെ, ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഈ കർത്താവിന് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ മനസ്സുള്ളവരായിട്ട് ഈ കാലഘട്ടത്തിൽ, ഈ 2024 നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ എത്ര പേർക്ക് ഈ വാക്യത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞു? നമ്മളെപ്പറ്റി അപവാദം പറയുന്നവരുണ്ട്, നമ്മളെപ്പറ്റി അനാവശ്യ കാര്യങ്ങൾ പറയുന്നവരുണ്ട്, നമ്മളെപ്പറ്റി മോശം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ആരോപണങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കുന്നവരുണ്ട്, നമുക്കെതിരെ മോശമായി പറയുന്ന സഭാവിശ്വാസികൾ നമുക്ക്, നമ്മളൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളോട് നമ്മളെ കടത്തിവിട്ട, ഉപദ്രവിച്ച വ്യക്തികൾ നമുക്കുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ കൃപയോടുകൂടി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മിണ്ടാതെ ഇരുന്ന് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, ലെറ്റ് ഗോഡ് ജഡ്ജ്. ന്യായമായി ഭരമേൽപ്പിക്കുന്നവന്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ച് മിണ്ടാതിരിക്കാൻ നമ്മൾ എത്ര പേര് ശ്രമിച്ചിട്ടുണ്ട്? അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, ലെറ്ററുകൾ എഴുതും, ലേഖനങ്ങൾ എഴുതി നമ്മൾ കാര്യത്തെ കൂടുതൽ വഷളാക്കി സംഭവം ആകെ നാറ്റിക്കുന്ന അനുഭവത്തിലേക്ക് കടത്തിവിടുന്ന പല സ്വഭാവ സവിശേഷതകളും ദൈവമക്കളുടെ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ച്, ദൈവമേ നീ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് ഈ ക്രിസ്തുവിന്റെ മനസ്സ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കുണ്ട്? ഈ കഴിഞ്ഞ ദിവസം പലപ്പോഴും നമ്മളിത് വഷളാക്കുന്ന ഒരു രസകരമായ അനുഭവമാണ്. ഒരു സഹോദരൻ എൻ്റെ അടുക്ക് വന്ന് പറയാണ്, ബ്രദറെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടു, എന്നെപ്പറ്റി ഇങ്ങനെ ഒരു അപവാദം ഉണ്ട്, സഹോദരൻ കേട്ടോ? ഞാൻ എന്താ വെച്ചാൽ ഒരു വളരെ മോശമായ ഒരു അപവാദം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പൊ അച്ഛൻ പറയുമ്പോഴേ ഞാൻ ഇത് കേൾക്കുന്നു. അതായത് ഈ പുള്ളി തന്നെ പറഞ്ഞു പരത്തുകയാണ്, അത് എന്നെ പറ്റി ഇങ്ങനെ ഒരു അപവാദമുണ്ട്, ഞാൻ സത്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ കൂട്ടു സഹോദരന്മാർ എന്നെ ഉപദ്രവിച്ചതാണ്, കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി ഇത്രയും അധ്വാനിച്ചു, പക്ഷെ ഇവരെല്ലാം കൂടി ഇന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പറയാവുന്നിടത്തെല്ലാം ചെന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് അറിയാത്തവരെ കൂടി അറിയിക്കാം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, അങ്ങനെ 100,000 പേര് അത് അറിയുന്നു. അപ്പോഴാണ് പലരും ഇത് അറിയുന്നത് തന്നെ. എന്തിനാ ഇതൊക്കെ? ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ക്രിസ്തുവിന്റെ മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കും, മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്ത്, അതിനു പകരം നമ്മൾ ഈ ഭീഷണി പറയാൻ പോവുകയാണെങ്കിൽ, അതിനു പകരം നമ്മൾ ഈ പ്രതിവാദം പറയാൻ പോവുകയാണെങ്കിൽ, തിരിച്ചാരോപണങ്ങൾ പറയാൻ പോവുകയാണെങ്കിൽ, നമ്മുടെ കഴിവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ നമ്മൾ പോവുകയാണെങ്കിൽ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പിന്നെ അവിടെ സ്ഥാനമില്ല. പിന്നെ വൈ ഷുഡ് ഗോഡ് വർക്ക്? ദൈവം പിന്നെ എന്തിനു പ്രവർത്തിക്കണം? ഞാൻ ഓൾറെഡി പ്രവർത്തിച്ചു കഴിഞ്ഞു, ഇനി ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നോ, അതല്ല ക്രിസ്തുവിന്റെ മനസ്സുള്ള ദൈവ പൈതൽ. ക്രിസ്തുവിന്റെ മനസ്സുള്ള ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, അതിൽ ക്രിസ്തുവിൽ ഏകാഗ്രമായി വാക്കുകൾ ക്രിസ്തുവിൽ ഏകാഗ്രമായി, ക്രിസ്തു സംസാരിച്ച പോലെ തന്നെ, സ്തേഫാനോസ് സംസാരിച്ച പോലെ തന്നെ വളരെ കൃപയോടുകൂടി ആ സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്ലീസ് ദയവ് ചെയ്ത് ഈ കാര്യങ്ങളെ വഷളാക്കാതെ, കൂടുതൽ പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, സഭയിൽ കലക്കം ഉണ്ടാക്കാതെ, സിറ്റ് ബാക്ക്, റിലാക്സ്, ലെറ്റ് ഗോഡ് വർക്ക്, അടങ്ങിയിരിക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ. സത്യം അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ, ആ ന്യായമായി, അതാ കർത്താവ് ചെയ്തത്, ആ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിലേക്ക് അത് ഭരമേൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളാണെങ്കിൽ മിണ്ടാതിരിക്കാനും എന്ത് വേണം? ഒരു കൃപ വേണം. സാധാരണ നമ്മൾ ചിന്തിക്കും മിണ്ടാതിരിക്കുന്നവൻ ഭോഷനാണ്, അവനൊന്നും അറിയത്തില്ല. അല്ല, ഈ കാര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ റിയാക്ട് ചെയ്യാതെ മാന്യമായി ഇരിക്കുന്നവൻ ശരിക്കൊരു ക്രിസ്ത്യാനിയാണ്, ശരിക്കും ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്, ആത്മീക പക്വത കാണിക്കുകയാണ്, അല്ലാതെ അവൻ മണ്ടത്തരം കാണിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയം കടന്നുപോയി എന്ന് തന്നെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായ നാം ഇന്ന് ജീവിക്കുമ്പോൾ, അന്ന് ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരുന്ന ക്രിസ്തു, ഫസ്റ്റ് എക്സാമ്പിൾ അപ്പോസ്തലനായ പൗലോസ്, സ്തേഫാനോസ്, അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ, ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഉടമകളായവർ അവരുടെ ആത്മീയ ജീവിതം എങ്ങനെ കാഴ്ചവെച്ചു, അങ്ങനെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതവും അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആത്മീയ ജീവിതം നന്നാകണമെങ്കിൽ, വിജയകരമായ ആത്മീയ ജീവിതങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ കാഴ്ചവെക്കണമെങ്കിൽ, നന്നായി ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ, ആത്മപ്രേരിതരായി ദൈവജനത്തിന് പ്രയോജനമുള്ള ശുശ്രൂഷകൾ നമുക്ക് ചെയ്യണമെങ്കിൽ, കൃപയോടുകൂടി സംസാരിക്കണമെങ്കിൽ, ഉപ്പിനാൽ രുചി വരുത്തുന്ന സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരണമെങ്കിൽ,
നമ്മൾ എംപ്റ്റീഡ് ലൈഫ് എല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി താഴ്മയുള്ളവരായി നമുക്ക് ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് അത്യാവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരുടെ സാമൂഹിക ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ള വിഷയത്തിൽ നിന്നും നമുക്ക് കേൾക്കാം. അതിനായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുങ്ങി വരാം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ദൈവം നമുക്ക് അനുവദിക്കുന്ന നാളോളം നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.